വ്യാഴം വിഷ്ണുപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഏവർക്കും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമദൂതം. ഇത് ആലത്തിയൂർ പെരും തൃക്കോവിൽ. ആശ്രിത വത്സലനും ആപദ്ബാന്ധസൂനുവും കലിയുഗ വരദനുമായ ഹനുമാൻ സ്വാമിയുടെ ചൈതന്യ പൂർണിമ കൊണ്ട് പേരുകേട്ട ക്ഷേത്രമാണ് ആലത്തിയൂർ പെരും തൃക്കോവിൽ. ശ്രീരാമ ഭഗവാന്റെ ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കുന്ന ആലത്തിയൂർ പെരും തൃക്കോവിൽ കേരളത്തിലെ അതിപുരാതനവും പരിപാവനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഇവിടെ മുഖ്യദേവൻ ശ്രീരാമസ്വാമിയാണെങ്കിലും ശ്രീ ഹനുമാൻ സ്വാമിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ ആലത്തിയൂർ ഹനുമാൻ കാവ് എന്ന പേരിലത്തെ ഈ ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചിട്ടുണ്ട്. കേസരി എന്ന വാനരന്റെ പത്നിയായ അഞ്ജനയിൽ വായുവിനുണ്ടായ പുത്രനത്രേ ഹനുമാൻ. ഗർഭത്തിൽ നിന്നും വെളിയിൽ വന്നയുടൻ അദ്ദേഹം സൂര്യൻ ഏതോ ഒരു പഴമാണെന്ന് കരുതി അത് പറിച്ചു തിന്നുവാനായി മേൽപോട്ട് ചാടിയെന്നും ഇത് കണ്ട് ആരോ ഒരുവൻ സ്വർഗത്തെ ആക്രമിക്കുവാൻ വരുന്നു എന്ന് കരുതി ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചുവെന്നും അത് ഹനുവിൽ, അതായത് താടിയേലിലേറ്റ് ഹനുമാൻ താഴെ വീണുവെന്നുമാണ് പുരാണം. അന്നു മുതലാണ് അദ്ദേഹം ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഭയമോടെ നൊന്തു വിളിച്ചാൽ കൂടെ എത്തും സ്വാമി. രാമ രാമ മന്ത്രം കേട്ടാൽ ദേവഗുരുവായ ബൃഹസ്പതിക്ക് കുഞ്ചികസ്ഥലി എന്നൊരു അപ്സരസ് ദാസിയായി ഉണ്ടായി. ഒരു ദിവസം അവർ കാമവിവശയായി ബൃഹസ്പതിയെ ആലിംഗനം ചെയ്യുകയും ഇതിൽ കുപിതനായ ബൃഹസ്പതി അവിവേകം പ്രവർത്തിച്ച നീ ഒരു കുരങ്ങായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ശാപവാക്യം കേട്ട് പരിഭ്രാന്തയും ദുഃഖിതയുമായ അവൾ താൻ പ്രവർത്തിച്ചത് അവിവേകമായി പോയി എന്ന് സ്വയം സമ്മതിച്ച് ശാപമോക്ഷത്തിനായി കേണു. ദയ തോന്നിയ ബൃഹസ്പതി ശിവാംശ സംഭവനായ ഒരു പുത്രനെ നീ എപ്പോൾ പ്രസവിക്കുന്നുവോ അപ്പോൾ നിന്റെ ശാപം തീരുമെന്ന് അരുളി ചെയ്തു. ശാപം മൂലം കുഞ്ചികസ്ഥലി അഞ്ജന എന്ന വാനര സ്ത്രീയായി പിറന്ന കേസരി എന്ന വാനര രാജാവിന്റെ പത്നിയായി മാറി. അന്നു മുതൽ അഞ്ജന ശിവനിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടാകുന്നതിനായി പരിശുദ്ധയായി വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോകും. അങ്ങനെയിരിക്കുന്ന കാലത്ത് കൗതുകം നിമിത്തം ശിവപാർവതിമാർ വനത്തിൽ പ്രവേശിച്ച് കുരങ്ങുകളായി ക്രീഡിച്ച് വൃക്ഷശാഖകളിൽ വസിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പാർവതീദേവി ഗർഭിണിയാവുകയുണ്ടായി. ഒരു കുട്ടിക്കുരങ്ങനെ പ്രസവിക്കുക വിഷമമെന്നോർത്ത് പാർവതീദേവി പരമശിവനെ കാര്യമറിയിച്ചു. വിവരമറിഞ്ഞ പരമശിവൻ തന്റെ യോഗശക്തി കൊണ്ട് പാർവതീദേവിയുടെ ഗർഭസ്ഥ ശിശുവിനെ വായുഭഗവാന് നൽകി. സന്തുഷ്ടനായ വായുഭഗവാൻ വളരെ കാലം ആ ശിവബീജവും വഹിച്ചുകൊണ്ട് നടന്നു. ഗർഭം പൂർണ്ണമായപ്പോൾ വായുഭഗവാൻ ഗർഭത്തെ അഞ്ജനയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. ഒരു കുട്ടിക്കുരങ്ങനെ പ്രസവിച്ചതിനു ശേഷം അഞ്ജന സ്വശരീരം ഉപേക്ഷിക്കുകയുണ്ടായി. ശേഷം കുഞ്ചികസ്ഥലിയായി സ്വർഗലോകം പോയി. അങ്ങനെ ഹനുമാന് ശിവനും വായുവും അഞ്ജനയും ഉൽപ്പത്തി സ്ഥാനങ്ങളായി തീർന്നു. തന്മൂലം വായുപുത്രൻ, ആഞ്ജനേയൻ എന്നീ പേരുകളിലും ഹനുമാൻ അറിയപ്പെടാൻ തുടങ്ങി. ഒരു സ്വാമി നിൻബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ സ്വാമി. നിത്യബ്രഹ്മചാരിയും വേദശാസ്ത്ര പാരംഗതനും ഭക്താഗ്രേസരനും ചിരഞ്ജീവിയുമായ ഹനുമാൻ ക്ഷിപ്രപ്രസാദിയും സങ്കടനാശകനുമാണ്. ഭക്തിപൂർവം ഭജിക്കുന്നവരുടെ ഏതഭീഷ്ടങ്ങളും ഹനുമാൻ സാധിച്ചു കൊടുക്കുന്നുവെന്നാണ് വിശ്വാസം. ദുഷ്ടശക്തികളുടെയും ദുർദേവതകളുടെയും ബാധകൾ ശമിക്കുന്നതിനും രോഗശാന്തിക്കും ഗ്രഹപ്പിഴാശാന്തിക്കും ഹനുമദ് ആരാധന ഫലപ്രദമാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധികൾ വരുമ്പോൾ ഭക്തിയോടും നിഷ്ഠയോടും ശുദ്ധിയോടും കൂടി ഹനുമാനെ ഭജിച്ചാൽ ശാന്തി കൈവരുമെന്നാണ് സങ്കല്പം. അഷ്ടവിധ മൈഥുന വ്യാപാരങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ഹനുമദ് ഉപാസന നടത്തിയാൽ
ക്ഷിപ്രഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ ആലത്തിയൂർ എന്ന ദേശനാമോൽപത്തിക്ക് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഇപ്രകാരമാണ്. ആലും മത്തിയും ഒന്നിച്ചു വളർന്നിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ആലത്തിയൂർ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ആലത്തികം എന്നാൽ പ്രകാശം എന്ന അർത്ഥത്തിൽ ആലത്തിയൂർ എന്ന സ്ഥലപ്പേരുണ്ടായി എന്നും ഹനുമാന്റെ ദിവ്യപ്രകാശത്തെ പരാമർശിച്ചുകൊണ്ടാകാം സ്ഥലത്തിന് ഈ പേര് വന്നതെന്നും വിശ്വാസങ്ങളുണ്ട്. ഇവിടുത്തെ ഹനുമർക്ക് 30 മുക്കോടി ദേവകളും ശക്തി മുഴുവൻ പകർന്നു നൽകിയിരിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയെ കണ്ടെത്തി തിരിച്ചു വരാനാണ് എല്ലാ ദേവകളും ഹനുമാനിൽ അനുഗ്രഹം വർഷം ചൊരിയുന്നത്. മന്ത്രം കേട്ടാൽ ഭക്തിയിലമരും സ്വാമി, ഉൾഭയമോടെ നൊന്തു വിളിച്ചാൽ കൂടെ എത്തും സ്വാമി. ശ്രീരാമ ഭഗവാൻ ഹനുമാന് ചെവിയിൽ ഓതിക്കൊടുക്കുന്നത് കേൾക്കാതിരിക്കുവാനായി ലക്ഷ്മണനെ അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആലത്തിയൂരിൽ. അതിനാൽ ലക്ഷ്മണക്ഷേത്രം ഇവിടെ പ്രധാന ക്ഷേത്രത്തിന് പുറത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ആലത്തിയൂർ ഹനുമാൻ കാവിലെ നാലമ്പലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ കരിങ്കൽ പീഠം. ഹനുമാൻ സ്വാമി സമുദ്രം മറികടന്ന് ലങ്കയിലേക്ക് ചാടിയതിന്റെ ഓർമ്മയ്ക്കായുള്ളതാണ് ഈ കരിങ്കൽ പീഠം. ഈ പീഠത്തിന്റെ ഒരറ്റത്ത് നീളത്തിൽ ഒരു കരിങ്കല്ലുള്ളത് സമുദ്രമായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഭക്തന്മാർ ഓടി വന്ന് കരിങ്കല്ല് തൊടാതെ ചാടുന്നത് ശ്രേയസ്കരമാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ ചാടുന്നവർക്ക് ആയുരാരോഗ്യ സമൃദ്ധി ലഭിക്കുമെന്നാണ് പഴമ. ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാന് ശക്തി പകർന്നത് ദേവഗണങ്ങളായിരുന്നു. ദേവകൾ അനുഗ്രഹിച്ചു നൽകിയ ശക്തിയാണ് ഹനുമാനെ വിജയത്തിലെത്തിച്ചതെന്ന സങ്കല്പമാണ് ഈ കലിന്മേലിൽ കൂടിയുള്ള ചാട്ടത്തിന് പിന്നിൽ. മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, അഞ്ജന തനയ വായുപുത്ര തുണയേ ഗണമെന്നും വാനോളം വലുതായവൻ. ആധ്യാത്മരാമായണം കിളിപ്പാട്ടെഴുതിയ തുഞ്ചത്തെഴുത്തച്ഛൻ ആലത്തിയൂർ ഭഗവാന്റെ കറകളഞ്ഞൊരു ഭക്തനായിരുന്നു അത്രേ. ഈ ഭക്തി കൊണ്ടാണ് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം ഇത്രയും ഉജ്ജ്വലമായതെന്നാണ് വിശ്വാസം. ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമ. കിഴക്കോട്ട് ദർശനമായാണ് ആലത്തിയൂരിൽ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും കുടികൊള്ളുന്നത്. നിത്യേന 3 പൂജകളാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. കറുത്തേടത്തു മനക്കാരാണ് ഈ ക്ഷേത്രത്തിലെ താന്ത്രികാധികാരം കൈയാളുന്നത്. നാവിൽ തോന്നണേ സ്വാമി, ആഞ്ജനേയ സ്വാമി എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു. ഹനുമാന് കുഴച്ച പൊതിയവിൽ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ദിവസവും രാവിലെയും വൈകിട്ടും നടക്കുന്ന ഈ വഴിപാടിനായുള്ള ഒരു പൊതി അവിൽ തയ്യാറാക്കുന്നതിനായി 100 നാഴി അവൽ, 100 നാളികേരം, 28 കിലോ ശർക്കര, 12 കിലോ പഞ്ചസാര, 750 ഗ്രാം ചുക്ക്, 800 ഗ്രാം ജീരകം എന്നിവയാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. സീത അന്വേഷണത്തിനായി പുറപ്പെട്ട ഹനുമാന്റെ കയ്യിൽ ഈ ദേവഭക്ഷണം ഒരു പൊതിയാക്കി ശ്രീരാമൻ നൽകിയതായി പുരാണം ഉദ്ഘോഷിക്കുന്നു. നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ സ്വാമി, ആഞ്ജനേയ സ്വാമി. ആലത്തിയൂർ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പൂജ പതിവില്ല. നിവേദ്യം മാത്രമാണ് ഉണ്ടാക്കുക. സാധാരണയായി ഹനുമാൻ സ്വാമിക്ക് നടത്തുന്ന വഴിപാടുകളായ നാരങ്ങാമാലയും വടമാലയും വെറ്റിലമാലയും ആലത്തിയൂരിൽ ഉപയോഗിക്കാറില്ല. വെറ്റിലമാല ഇവിടെ ഉപയോഗിക്കാത്തതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അശോകവനത്തിലിരിക്കുന്ന സീതയെ ഹനുമാൻ കാണുമ്പോൾ അടയാളവാക്യം പറയുന്നു. അത് കേട്ടയുടൻ ഒരു വള്ളി പറിച്ചെടുത്ത് സീതാദേവി ഹനുമാനെ അണിയിച്ചു. ഇത് വെറ്റിലയുടെ വള്ളിയായിരുന്നു. വിരഹദുഃഖം അനുഭവിക്കുന്നവർ ഹനുമാൻ സ്വാമിക്ക് വെറ്റില അണിയിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസം ഇങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ആലത്തിയൂരിലെ ഹനുമാൻ സ്വാമിക്ക് മാല ചാർത്താറില്ല. ഇവിടുത്തെ സങ്കല്പം സീതാ ദർശനത്തിന് തിരിക്കുന്നതിന് മുൻപുള്ളതായതിനാലാണ് ഇവിടെ വെറ്റിലമാല ചാർത്തുന്ന പതിവില്ലാത്തത്. ചതുശതം, ത്രിമധുരം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്പായസം എന്നിവയാണ് ആലത്തിയൂരിൽ
ശ്രീരാമസ്വാമിക്കായി നടത്തപ്പെടുന്ന പ്രധാന വഴിപാടുകൾ. ആഞ്ജനേയ സ്വാമി എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീ. ശനി മൂലമുണ്ടാകുന്ന ദോഷം മാറാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് ഉപോത്ബലകമായി 1-2 ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നു. ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് രാവണൻ 9 ഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി അനുകൂലവും ശക്തവുമായ സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങളെ നിർത്തുകയും ചെയ്തു. ഗ്രഹദോഷങ്ങളിലൂടെ ഇന്ദ്രജിത്തിനെ ആർക്കും പരാജയപ്പെടുത്താനാകാതെ വരണമെന്നതായിരുന്നു രാവണന്റെ ആഗ്രഹം. എന്നാൽ ലങ്കയിലെത്തിയ ഹനുമാൻ ശനിയെ രക്ഷിച്ചുവെന്നും പ്രത്യുപകാരമായി ഹനുമാനെ ഭജിക്കുന്നവരെ ശനി ബാധിക്കില്ല എന്ന് വാക്ക് നൽകുകയും ചെയ്തുവെന്നും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശനിയെ കീഴ്പ്പെടുത്തിയത് ഹനുമാൻ സ്വാമി മാത്രമാണ്. ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ സമയമായപ്പോൾ ശനി ഭഗവാനെ തേടിയെത്തി. ശിവനെ വരെ താൻ ബന്ധനസ്ഥനാക്കിയതാണെന്ന് പറഞ്ഞെത്തിയ ശനിയോട് തനിക്കിപ്പോൾ സമയമില്ലെന്നായി ഭഗവാൻ. എന്നാൽ നിർബന്ധ ബുദ്ധിയോടെ ഹനുമാനിൽ പ്രവേശിച്ച ശനി ഒടുവിൽ ആ ശരീരത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതില്ലാതെ കരഞ്ഞപേക്ഷിച്ചു. അവസാനം ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം ശരീരത്തിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ മാത്രമല്ല എന്നെ ഭജിക്കുന്നവരുടെ ശരീരത്തിലും മേലിൽ പ്രവേശിക്കരുതെന്ന് ശനിയോട് ഭഗവാൻ പറഞ്ഞു. ബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ. ശ്രീരാമദേവനും ഹനുമാൻ സ്വാമിക്കും പുറമെ ഗണപതി, അയ്യപ്പൻ, ദുർഗാദേവി, വിഷ്ണു, ലക്ഷ്മണൻ, ഭദ്രകാളി എന്നിവർ ഉപദേവന്മാരായി ആലത്തിയൂർ പെരുംതൃക്കോവിലിൽ കുടികൊള്ളുന്നു. തുലാമാസത്തിലെ തിരുവോണനാൾ അവസാനിക്കത്തക്ക വിധം 3 ദിവസത്തെ തിരുവുത്സവമാണ് ആലത്തിയൂർ ഹനുമാൻ കാവിലെ പ്രധാന വിശേഷാവസരം. മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, രാമഭക്തിയിൽ പുണ്യം നേടിയ വാനരവീരനല്ലേ. മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, അഞ്ജന തനയാ വായുപുത്ര തുണയേ ഗണമെന്നും വാനോളം വലുതായവനല്ലേ, അതിശയശാലിയല്ലേ, അതിശയശാലിയല്ലേ. ആഞ്ജനേയ സ്വാമി എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. എന്നകതാരിൽ നിത്യം കുടികൊള്ളുന്നൊരു സ്വാമി. സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടാനായി തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശസ്സുകളും ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുകയാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമി. എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി.